പീരുമേട് എം.എൽ.എയും മുതിർന്ന CPI നേതാവുമായ വാഴൂർ സോമൻ അന്തരിച്ചു. തിരുവനന്തപുരത്ത് സർക്കാർ പരിപാടിക്കിടെ കുഴഞ്ഞുവീണ എം.എൽ.എയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 72 വയസ്സായിരുന്നു. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി. മൃതദേഹം ഇന്ന് ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, എം.എൻ സ്മാരകത്തിലെ ഈ പൊതുദർശനം എത്ര മണിവരെ ഉണ്ടാകും? വീട്ടിലേക്ക് എപ്പോഴായിരിക്കും കൊണ്ടുപോവുക? അമൃത 8 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നും എം.എൻ സോമൻ്റെ മൃതശരീരം എം.എൻ സ്മാരകത്തിൽ നിന്നും കൊണ്ടുപോകും. നേരെ പീരുമേടിലെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അതിന് ശേഷം നാളെയായിരിക്കും പൊതുദർശനം നടക്കുക. 4 മണിയോടുകൂടി വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, മറ്റ് മന്ത്രിമാർ, ഒപ്പം തന്നെ ബിനോയ് വിശ്വം, E.P. ജയരാജൻ, M.M. മണി ഉൾപ്പെടെയുള്ളവർ ഒക്കെ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. മുതിർന്ന CPI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം എത്തിയിട്ടുണ്ട്. ഒരുപാട് കാലം ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ പ്രവർത്തിച്ച ഇവരൊക്കെയായി നല്ല ബന്ധമുള്ള ആളായിരുന്നു വാഴൂർ സോമൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ വിയോഗം ഏവരെയും ഏറെ ദുഃഖിപ്പിച്ച സംഭവം തന്നെയാണ്. ഇന്ന് ഒരു ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടൊരു റവന്യൂ വകുപ്പിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് എത്തുകയും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീഴുകയും ചെയ്തത്. അതിനുശേഷം മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തെ തൊട്ടടുത്ത ശാസ്തമംഗലത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് 6:30 കൂടിയാണ് എം.എൻ സ്മാരകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചത്. ഇപ്പോഴും മൃതദേഹത്തിന് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നത്. P.K. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ അല്പസമയം മുമ്പ് എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അങ്ങനെ 8 മണിക്ക് തന്നെ ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി ഇടുക്കിയിലേക്ക് മൃതദേഹവുമായി തിരിക്കാനുള്ളൊരു തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത്. കാരണം നാളെ പുലർച്ചയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം അവിടെ കുറച്ച് സമയം ബന്ധുക്കൾക്കൊക്കെ അവസാനമായി കാണാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം 11 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി പീരുമേടിലെ ടൗൺ ഹാളിലേക്ക് എത്തിക്കുക. ആ ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി വീണ്ടും വീട്ടിലേക്ക് എത്തിച്ച് വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്താനാണ് തീരുമാനം. 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഇപ്പോൾ എം.എൻ സ്മാരകത്തിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിനെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അനുസ്മരിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ പ്രതികരണത്തിലേക്ക്. ഒരു മനുഷ്യായുസ് മുഴുവൻ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അഹോരാത്രം മുഴുകിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വാഴൂർ സോമൻ. അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം മുതൽ ഇപ്പോഴും CPIയുടെ സമുന്നത നേതാവായിട്ടും MLA ആയിട്ടും പ്രവർത്തിക്കുന്ന ഈ ഘട്ടം വരെ മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളൊരു വർഗത്തെ രൂപപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവാണ് വാഴൂർ സോമൻ. ഇടുക്കി ജില്ലയിൽ കാർഷിക മേഖലയിൽ അവിടെയുള്ള താമസക്കാരായ 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ഭൂമി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്